ഡ്യൂഡി എവിടെ പോയി? ഡ്യൂഡിന്റെ ചാനലിൽ കാണുന്നില്ല. അത് കുറേ കമന്റ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെന്റ് ഒരു 10 വീഡിയോസ് ആയിട്ട് കുഞ്ഞു നമ്മളെ ചാനലിൽ ഇല്ല. സോ അതിന് റീസൺ എന്താ വെച്ചാൽ കുഞ്ഞിപ്പം എന്താ പറയാ, അവളുടെ ഫ്രണ്ട്സും കോളേജിന്റെ അവളുടെ ആദ്യം കോളേജിൽ പോയിരുന്നു. കോളേജിൽ പോകുമ്പോൾ ആ ഒരു തിരക്കും ഇതൊക്കെ ആയിരുന്നു. അവള് 2 മണിക്കൂറോളം അത് ട്രാവൽ ചെയ്യുന്നുണ്ട് അവള്. അപ്പൊ ആ ടൈമില് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആൾക്ക് ഇപ്പം അവള് കഴിഞ്ഞ് ഫ്രീ ആയി. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ അന്ന് ലൈവില് വന്നപ്പോഴും കണ്ടില്ല അവൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ ചാനലിൽ അവൾ ഉണ്ടാവുന്നുള്ള ക്വസ്റ്റ്യൻസിന് മേ ബി ചാൻസ് കുറവാണ്. കാരണം അവളിപ്പോൾ ഓൾറെഡി വേറെ ചാനലുണ്ട്. കാരണം അവൾ പുറത്ത് പോകുന്നൊക്കെ അവളുടെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഇവളും പുറത്ത് പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളും അങ്ങനത്തെ ഗ്യാങ്സ്. അപ്പം ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അവൾ വേറെ സ്ഥലത്തേക്ക്, അപ്പം ഞങ്ങളുടേക്ക് ഷൂട്ട് ചെയ്യുക, അവൾ അവളുടേക്ക് ഷൂട്ട് ചെയ്യുക. അപ്പം അതങ്ങനെ സെപ്പറേറ്റിലേക്ക് ഇനി പോകാൻ ചാൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഗൈസ്. ഓക്കെ, കുറച്ച് ദിവസങ്ങളായിട്ട് അൺബോക്സിങ് ഡൂഡ് എന്ന് പറഞ്ഞ ആ ഒരു ചാനലിനകത്ത് ആ ഒരു അൺബോക്സിങ് ഡൂഡ് ഇടുന്ന വീഡിയോയിൽ കുറേയധികം കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ഡ്യൂഡി എന്ത് എന്നൊക്കെ ചോദിച്ചിട്ട് അതിന് മറുപടി ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡൂഡും വൈഫും കൂടെ ചേർന്ന്. അതിനകത്ത് ഈ ഒരു ഡ്യൂഡി എന്ത് ചെയ്യുന്നു ചോദിച്ച സമയത്താണ് ഇപ്പോൾ കോളേജിലൊക്കെ പോവാണ്, സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഈ ഒരു ചാനലിൽ വരാൻ സമയം കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അവൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് വിശ്വാസം വന്നില്ല. ഇതിന് മുമ്പും കോളേജിലുണ്ടായിരുന്നു, പോകുന്നുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഡ്യൂഡി ഉണ്ടെങ്കിൽ വീഡിയോസിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ചാനൽ തുടങ്ങാനൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ഡ്യൂഡി ഈ ചാനലും കൂടെ പുതിയതായിട്ട് തുടങ്ങിയപ്പോഴാണ് എല്ലാവർക്കും ഡൗട്ട് തുടങ്ങിയത്, ഇനി ഇവർ തമ്മിൽ പിരിഞ്ഞോ എന്നുള്ളൊരു കാര്യം. ഈ ഒരു ഭാര്യ വന്നതിന് ശേഷം ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഡ്യൂഡി ഇപ്പം പുതിയൊരു ചാനൽ ഡ്യൂഡി എക്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് 7ഓളം വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഡ്യൂഡിനെയോ വൈഫിനെയോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. അമ്മയായിട്ടും അതുപോലെ തന്നെ ഡ്യൂഡിയും ഫ്രണ്ടുമായിട്ട് വീട്ടിലൊക്കെ വെച്ചുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഡ്യൂഡിനെ കാണിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിനർത്ഥം ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കാരണമാണ് ഈ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല എന്നുള്ള കാര്യമാണ്. കാരണം എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇപ്പം തന്നെ കുറേയധികം ഫാമിലി യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ ഓരോ ഇഷ്യൂ ഒക്കെ കാണിച്ചിട്ട് അവർ വീട്ടിൽ നടക്കുന്നത് അതൊക്കെ വെച്ചിട്ട് കുറേയധികം വ്യൂസ് ഉണ്ടാക്കുന്നു, അത് വീട് വാങ്ങുന്നു, കാറ് വാങ്ങുന്നു, അങ്ങനെ കുറേയധികം അവർ പൈസ സമ്പാദിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട്. അതുമാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു ടെക്നിക്ക് എന്നൊക്കെ കുറേയധികം പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങളും അതേ കണക്ക് ശ്രമിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നു കുറേയധികം പേര്. പിന്നെ എന്താണ് ഇനിയിപ്പോൾ വന്നു കയറിയ പെൺകുട്ടി അൽഫി ആണോ, എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിച്ച് അങ്ങനെ ആ ഒരു വന്നു കയറിയ പെൺകുട്ടിയുടെ പേരിലും കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എന്നാലും ഈ ഒരു അൺബോക്സിങ് ഡ്യൂഡൊക്കെ പറഞ്ഞൊരു കാര്യം ഇതേ കണക്കാണ് സംഭവം എന്നാണ് പറഞ്ഞത്. ബട്ട് യഥാർത്ഥത്തിൽ അതൊന്നും അല്ലെന്ന് എല്ലാവരും കാണുന്നവർ പറയുന്നത്.